ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 4-ാം തിരുവചനം. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:4. അവിടെ മനോഹരമായൊരു വചനമുണ്ട്. നിരാശയിലാണോ? പ്രത്യാശയില്ലാതിരിക്കുകയാണോ? തകർന്നിരിക്കുകയാണോ? സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലാണോ? ജീവിത പങ്കാളി മറ്റ് പ്രതിസന്ധി മൂലം വിഷമത്തിലാണോ? ഡിവോഴ്സിന്റെ പാതയിലാണോ? കുടുംബ ബന്ധങ്ങൾ തകർന്നിരിക്കുന്ന സഹോദരങ്ങൾ, ബന്ധുക്കൾ, അയൽവക്കക്കാർ തകർന്നിരിക്കുന്ന അവസ്ഥയാണോ? നമ്മുടെ ഇടവകകളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണോ? ബന്ധങ്ങളെല്ലാം തകർന്നു, സാമ്പത്തികമായി തകർന്നു, നിരാശയിലാണോ? റോമ 5:4 നിങ്ങൾക്കായി ദൈവം നൽകുന്നൊരു വചനമാണ്. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം പറയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അപ്പോൾ പ്രത്യാശ വന്നാൽ നിരാശ പോകും. അപ്പോൾ പ്രത്യാശ വരണമെങ്കിൽ ആദ്യം എന്തുണ്ടാകണം? കഷ്ടത സഹനശീലത്തിലേക്ക് നയിക്കും, സഹനശീലം ആത്മധൈര്യത്തിലേക്ക് നയിക്കും, ആത്മധൈര്യം പ്രത്യാശയിലേക്ക് നയിക്കും. നമുക്കൊരു കഷ്ടത വരുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ, ജീവിതത്തിൽ പൈശാചികമായ ഒരു തിന്മയുടെ ആധിപത്യം നമ്മളെ പിടികൂടുമ്പോൾ, മക്കളിലോ ജീവിത പങ്കാളിയിലോ മദ്യപാനത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെ ജടികമായ ആസക്തിയുടെയോ തിന്മയുടെ ബന്ധനത്തിൽപ്പെട്ട് വലിയ കുഴിയിലകപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ നിരാശയായി പ്രാർത്ഥിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പല ധ്യാന കേന്ദ്രങ്ങളിൽ പോയി, പലരുടെ അടുക്കൽ പ്രാർത്ഥന ചോദിച്ചു പോയിട്ടുണ്ട്, കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഒരിടത്തൊന്നും എനിക്ക് രക്ഷ ലഭിക്കുന്നില്ല. ഈശോ പറയുന്നു, പ്രത്യാശയുള്ളവരാകുവൻ. അതുകൊണ്ടാണ് 2 മക്കവായർ 8:18 2 മക്കവായർ 8:18 നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. അത്രയും ഇതെന്നെ വലിയ അഭിഷേകത്തിലേക്ക് നയിക്കൊരു വചനഭാഗമാണ്. 2 മക്കവായർ 8-ാം അധ്യായം 18-ാം തിരുവചനം. നീ പേടിക്കണ്ട, നിന്നെ സൃഷ്ടിച്ച ദൈവം, ഈ ഭൂമിയെ സൃഷ്ടിച്ച ദൈവം, ആകാശവും ഭൂമിയും സമുദ്രവും അവയിൽ ജീവജാലങ്ങൾ സൃഷ്ടിച്ച ഒരു ദൈവത്തിലാണ് നീ പ്രത്യാശ വെച്ചിരിക്കുന്നത്. ഏത് ശത്രു സൈന്യങ്ങളെയും തകർക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തിനാണ്. ഒറ്റ നിമിഷം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനം. ലൂക്ക 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നീ സങ്കടപ്പെട്ടിരിക്കുകയാണോ? നീ സങ്കടപ്പെട്ട് നിരാശയിലാണോ? സങ്കീർത്തനം 56:8 ദൈവം പറയുന്നു, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നീ ഭയപ്പെടണ്ട, നീ വിശ്വസിക്കുക. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു. ലൂക്ക 17:5 പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തിൽ ഉറയ്ക്കുക, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. സങ്കീർത്തനം 46:10 ഇതാണ് എന്നെ വർഷങ്ങളോളം നയിച്ചത്. സങ്കീർത്തനം 46:10 ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തതയിലൂടെ നാവിലൂടെ സംസാരിക്കുന്ന ആ വാക്കുകളാൽ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതെ നീ ശാന്തമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. ഉള്ളിൽ ഹൃദയം വിങ്ങുന്നുണ്ടാകാം, വേദനയുണ്ടാകാം, നിരാശ വരും, പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടാകാം. പക്ഷെ വിശ്വസിക്കണം, ഒരിക്കൽ കർത്താവ് പ്രവർത്തിക്കും. വിശ്വാസത്തിലൂടെ നീ അത്ഭുതം കാണും. അബ്രാഹാം വിശ്വസിച്ചു. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമാണെന്ന് അറിഞ്ഞിട്ടും അബ്രാഹാം വിശ്വസിച്ചു. 25 വർഷം കാത്തിരുന്ന അബ്രാഹത്തിന് കുഞ്ഞ് ഇസഹാക്കിനെ കിട്ടി. അബ്രാഹാം വിശ്വസിച്ചു. ആ വിശ്വാസം അന്ധമായിട്ട് വിശ്വസിക്കുക. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഈ വിശ്വാസത്തിൽ നിന്നെ നയിക്കട്ടെ. നിരാശയിൽ നീ ഉയരണം, പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. ഒരു ദൈവം 24 മണിക്കൂർ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയൊരു വചനഭാഗം സങ്കീർത്തനം 139. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. നിന്റെ വിചാരങ്ങൾ അകലെ വെച്ച് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ നടപ്പും കിടപ്പും ഞാൻ പരിശോധിച്ചറിയുന്നു. ഒരു വാക്ക് നിന്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ ഞാൻ അറിയുന്നു. എന്തു മനോഹരമായൊരു വചനമാണ്. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ അറിയുന്നു. ഒരു വാക്ക് നിന്റെ നാവിലെത്തുന്നതിന് മുൻപ് പോലും അറിയുന്നു.
നടപ്പും കിടപ്പും പരിശോധിച്ചറിയുന്ന ഒരു ദൈവം, വിചാരങ്ങൾ അകലെ വെച്ചു മനസ്സിലാക്കുന്ന ഒരു ദൈവം. ഇതാണ് സങ്കീർത്തനം 139. 24 മണിക്കൂറും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നീയും ഞാനും എല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് യെശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 21-ാം തിരുവചനം, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്റെ കാതുകളെ ഒരു സ്വരം ശ്രമിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. യെശയ്യാ 30:21. ഈ സ്വരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ്റെ. നീ ശാന്തമായി മുന്നോട്ട് പോകുമ്പോൾ ദൈവം നിന്നെ നയിച്ചു കൊണ്ടുപോകും. പഠിക്കണ്ട, കാരണം നിന്നെ 24 മണിക്കൂർ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന്റെ മുന്നിലാണ് നീ നടക്കുന്നത്, ജോലി ചെയ്യുന്നത്, നീ ഇരിക്കുന്നത്, കിടക്കുന്നത്, നിരാശപ്പെടുന്നത് എല്ലാം. ആ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ സാധിക്കും. ആ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ സാധിക്കും. വിശ്വസിക്കുക. ഹല്ലേലൂയ. യേശുവെ സ്തുതിക്കുന്നു. കർത്താവായ യേശുവെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ ബന്ധനത്തിലായിരിക്കുന്ന, അന്ധകാരത്തിന്റെ ബന്ധനത്തിലായിരിക്കുന്ന അനേകം മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ പോലും സാധിക്കുന്നില്ല, യേശുവേ എന്നൊന്ന് വിളിക്കാൻ പോലും സാധിക്കാത്ത അനേകം മക്കൾ, നാവ് പോലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നൊരവസ്ഥ, ആരുമില്ലാത്തൊരവസ്ഥ, ബന്ധുക്കളും കുടുംബവും എല്ലാം കൈയൊഴിഞ്ഞ അവസ്ഥ. എൻ്റെ ജീവിതം ഇവിടെ തന്നെ തീർന്നു പോകുമല്ലോ കർത്താവേ, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്ന അനേകം കർത്താവേ, അവരെ അനുഗ്രഹിക്കണമേ, പ്രത്യാശ നൽകണമേ. ലോകം മുഴുവൻ നിറഞ്ഞു കവിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിയായി ഇപ്പോൾ അവരേക്ക് കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരിയ്ക്കുന്ന ഭവനങ്ങളിലേക്ക്, ഇത് കാണുന്ന എല്ലാ മക്കളിലേക്കും ദൈവത്തിന്റെ ശക്തി, ദൈവീക ശക്തി ഇപ്പോൾ കടന്നു പോകട്ടെ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, തകർന്നിരിക്കുന്നവരുടെ മേലെ അഗ്നിയായി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ കഷ്ടപ്പെടുന്നവരുടെ മേലെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തകർന്നിരിക്കുന്ന ഒരു കുടുംബങ്ങളെ കൈവീഴ്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ശക്തി പ്രവഹിക്കട്ടെ, തിന്മയുടെ കെട്ടുകൾ അഴിക്കട്ടെ, അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിക്കട്ടെ, ശക്തി പ്രവഹിക്കട്ടെ, പ്രത്യാശ കൊണ്ട് നിറയട്ടെ, വചനത്താൽ നിറയട്ടെ, വചനത്താൽ നിറയട്ടെ. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. വചനത്തിന്റെ ക്രമം കൊടുക്കണമേ, വചനം വായിക്കാനുള്ള ക്രമം കൊടുക്കണമേ, വചനത്താൽ അവിടുന്ന് അശുദ്ധാത്മാക്കളും പുറത്താക്കി വചനത്താൽ അഭിഷേകം നൽകണമേ. വചനം കൊണ്ട് തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ, പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശു നാമത്താൽ, യേശു നാമത്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുകൾ പൊട്ടട്ടെ. പ്രാർത്ഥിക്കാനുള്ള വരം നൽകണമേ, തീഷ്ണം നൽകണമേ, പ്രത്യാശ നൽകണമേ. നിരാശയുടെ കെട്ടുകൾ അഴിയട്ടെ, നിരാശയുടെ കെട്ടുകൾ അഴിയട്ടെ, നിരാശയുടെ കെട്ടുകൾ അഴിയട്ടെ, തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. ഓ ദ പവർ ഓഫ് ജീസസ്, ഓ പവർ ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.